ഷൂട്ട് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ മാഡം യോജിക്കുന്നു. അത് യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്, അതിൽ യൂസ് ചെയ്യണം. ആ കുട്ടി എവിഡൻസിന് വേണ്ടിയല്ല, എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് ചെയ്തത്. ആ കുട്ടി എന്റർടൈൻമെന്റിന് യൂസ് ചെയ്ത് എന്റർടൈൻമെന്റ് എങ്ങനെ ഞാൻ യോജിക്കുന്നു. ഞാൻ ഇങ്ങനെ ഒരു കണ്ടൻഷൻ പറഞ്ഞില്ല, ആ കുട്ടി എന്തിനു യൂസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ല. ജനറലി ഹൂഎവർ യൂസസ് ഈ പറയുന്ന യൂസേജ് ഓഫ് ടെക്നോളജിക്ക് നല്ലൊരു അവയർനെസ് വേണം, ഒരു ട്രെയിനിങ് വേണം, അതിന്റെ ഒരു മെത്തഡോളജി മാഡം ട്രെയിനിങ് കൊടുക്കുമ്പോ ഈ കുട്ടി ഇതിലാണെങ്കിൽ അവരോട് പറയില്ലേ മോളെ ഈ എവിഡൻസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷേ പോലീസ് കൊടുക്കണമെന്ന്. അല്ല നീ പോയി യൂട്യൂബിന്റെ ലൈക്ക് ഷെയർ ഉണ്ടാക്കാനാണോ ട്രെയിനിങ് കൊടുക്കണം എന്ന് അത്രേ പറയുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഈ ദീപക് മോശമായി പെരുമാറിയ ഒരു വീഡിയോ ഒരിക്കൽ പോലും നമുക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യന് നമുക്കിടയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് സത്യമായതുകൊണ്ടാണ് വീഡിയോയ്ക്കകത്ത് ഏത് രീതിയിലാണ് ദീപക് മോശമായ പെരുമാറിയത് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഏത് കണ്ണുപൊട്ടന്മാർക്ക് ആ വീഡിയോ കണ്ടാൽ അറിയാം അത് എന്താണ് ചെയ്തു കൂട്ടിയെന്നുള്ളത് കാര്യം. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങി തിരിച്ചേക്കാണ് കുറച്ച് സംഭവങ്ങൾ. ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. വല്ലാത്ത ജാതി മുതലുകൾ. അതായത് അമ്മനെ കൊന്നാ പോലും രണ്ട് വശം പറയുന്ന ആൾക്കാർ കേരളത്തിലുണ്ടെന്ന് പറയുന്നത് ഇവരെ പോലൊക്കെ കണ്ടിട്ടോ. പച്ചപ്രാക്ക മനുഷ്യന്റെ നിപ്പ് കണ്ടാൽ അറിഞ്ഞൂടെ അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷെ ഇങ്ങനെ ഒരു ടോക്ക് ഷോ നടത്തുമ്പോൾ ഇത് വേണ്ടായിരുന്നു. കാരണം വെച്ചാൽ ആ പാവം അച്ഛനെയും അമ്മനെയും അതിന്റെ ഇടയിലേക്ക് വലിച്ചഴക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. കാരണം അവരുടെ മോനിക്കെതിരെ പറയുന്ന ആൾക്കാരെ കുറിച്ചിട്ട് അവരെന്തിനും ഇനി കേൾക്കേണ്ട ആവശ്യം എന്താ? അപ്പോൾ അവരെ ഒഴിവാക്കിയിട്ട് വേണമായിരുന്നു ഈ സംവാദം എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയ കാര്യം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതും. അത് ശരിയായില്ല, അത് എത്രയായാലും ശരിയായില്ല. അവരെ വഴിക്ക് ഇനിയെങ്കിലും ഒന്ന് വിടാൻ നോക്കാം. അവർക്ക് പറ്റുമെങ്കിൽ നീതി വാങ്ങിച്ചു കൊടുക്കാൻ നോക്കാം. അല്ലാണ്ട് ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളിലേക്ക് അവരെ വലിച്ചഴക്കാണ്ട് നോക്കാം.